ഹലോ നമസ്കാരം, എല്ലാവർക്കും dcooks&bakesലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഫ്രൂട്ട് കസ്റ്റർഡാണ്. നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പഴം എടുത്തിട്ടുണ്ട്. ഇത് ഫിലിപ്പിനോ പഴമാണ് എടുത്തിരിക്കുന്നത്. അതുപോലെ കുറച്ച് കറുത്ത മുന്തിരിയും ഒരു ആപ്പിളുമാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ ആപ്പിളും പഴവും തൊലി കളഞ്ഞ് നന്നായി ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊരു ബൗളിലേക്ക് ഇട്ട് അതിലൊരു 2 ടേബിൾ സ്പൂണോളം പഞ്ചസാര ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വയ്ക്കാം. കസ്റ്റർഡ് ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ നിങ്ങൾ വിട്ടുപോകരുത്. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു സ്റ്റെപ്പാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ ഫ്രൂട്ട്സിന് നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കും. ഈ ഫ്രൂട്ട്സ് നമുക്ക് മാറ്റി വയ്ക്കാം. ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. നമ്മുടെ പഞ്ചസാര കാരമലൈസ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് കുറച്ച് നട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ കുറച്ച് കാഷ്യൂനട്ടും കുറച്ച് ആൽമണ്ട്സാണ് എടുത്തിരിക്കുന്നത്. ഇത് നമുക്ക് കസ്റ്റർഡിന് ടോപ്പിങ്സ് ഇടാനായിട്ടാണ്. നമ്മുടെ നട്ട്സ് കാരമലൈസ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കിനി ഇതൊരു ഫോയിലിലേക്ക് മാറ്റാം. ഞാനിതിവിടെ ഇടാനായിട്ടൊരു ഫോയിൽ പേപ്പറാണ് എടുത്തിരിക്കുന്നത്. ബട്ടർ പരട്ടി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്കൊരു സ്റ്റീൽ പാത്രത്തിൽ വേണമെങ്കിലും എടുക്കാം. ഇത്തിരി ഓയിൽ പരട്ടിയാൽ മതി. നമുക്കിനി ഇത് നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇത് പെട്ടെന്ന് തന്നെ കട്ട പിടിക്കും. നമുക്കിത് തണുക്കാനായിട്ട് വയ്ക്കാം. തണുത്തതിന് ശേഷം നമുക്കിത് നന്നായിട്ട് ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഈ സമയം നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാൻ തുടങ്ങും. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 1/2 ലിറ്റർ പാലാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് കസ്റ്റർഡ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് അതിലേക്ക് ഒരു 1/2 ലിറ്റർ പാൽ ഒഴിച്ചിട്ടുണ്ട്. നമുക്കിനി പാല് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. നമ്മുടെ പാല് നന്നായിട്ട് തിളച്ച് വരാൻ തുടങ്ങും. ഞാൻ അതിനായിട്ട് ഇവിടെ ഒരു 2 ടേബിൾ സ്പൂൺ കസ്റ്റർഡ് പൗഡർ, ഒരു 1/4 കപ്പ് പാലിൽ റൂം ടെമ്പറേച്ചറിലുള്ള പാലാണ് ഇതിലേക്ക് ചേർത്ത് നമുക്ക് നന്നായിട്ട് ഇളക്കിക്കൊണ്ടേയിരിക്കും. ഇനി കൈയെടുക്കാതെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. നമുക്കിനി ഒരു 2-3 മിനിറ്റിനുള്ളിൽ തന്നെ ഇത് നന്നായിട്ട് കുറുകി കിട്ടും. ഞാനിത് ഒരുപാട് തിക്കാക്കുന്നില്ല. നമ്മുടെ കസ്റ്റർഡ് നന്നായിട്ട് റൂം ടെമ്പറേച്ചറിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് മാറ്റി ഫ്രിഡ്ജിൽ വയ്ക്കാം. നന്നായിട്ട് തണുത്ത് കിട്ടണം.
ഈ സമയം കൊണ്ട് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചാൽ നമ്മുടെ നട്ട്സ് എല്ലാം ഒന്ന് ക്രഷ് ചെയ്തെടുക്കാം. നന്നായി പൊടിയാക്കേണ്ട ആവശ്യമില്ല. നമുക്കിനി ഇത് മാറ്റി വയ്ക്കാം. ഇനി ഞാനിവിടെ ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീം ചേർത്ത് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ വിപ്പിംഗ് ക്രീം നന്നായിട്ട് ഞാൻ അടിച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ കസ്റ്റർഡും നന്നായിട്ട് തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ സെറ്റ് ചെയ്യുന്നതെന്ന് നോക്കാം. ഇനി വിപ്പിംഗ് ക്രീം ചേർത്താണ് ഞാനിത് മിക്സ് ചെയ്തെടുക്കുന്നത്. ഈ സ്റ്റെപ്പ് താല്പര്യം ഇല്ലാത്തവർ ഈ കസ്റ്റർഡ് ഉണ്ടാക്കിയതിൽ കൂടെ ഫ്രൂട്ട്സ് ചേർത്തത് വേണമെങ്കിൽ ഉപയോഗിക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു റിച്ച് ടേസ്റ്റാണ്. ഇതുവരെ ഇങ്ങനെ ചെയ്തിട്ടില്ലാത്തതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഞാൻ ഈ കസ്റ്റർഡ് വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഞാനിവിടെ എടുത്തിരിക്കുന്ന വിപ്പിംഗ് ക്രീമിന് മധുരമില്ല. കൂടുതൽ നിങ്ങൾക്ക് മധുരം താല്പര്യമുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർക്കാവുന്നതാണ്. ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമുക്ക് ഈ കസ്റ്റർഡ് മുഴുവനായിട്ടും വിപ്പിംഗ് ക്രീമിൽ ചേർത്ത് നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്തെടുക്കാം. ഞാൻ ഇതുകൊണ്ടാണ് കുറച്ച് ലൂസായിട്ട് വെച്ചിരുന്നത്. കാരണം വിപ്പിംഗ് ക്രീമിൻ്റെ കൂടെ ഇത് മിക്സ് ചെയ്തെടുക്കുമ്പോൾ തന്നെ നല്ല തിക്കായിട്ട് വരും. ഇതെല്ലാം കൂടെ നന്നായിട്ട് മിക്സ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഫ്രൂട്ട്സ് ചേർത്ത് കൊടുക്കാം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് വാനില എസൻസ് കൂടി ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഞാനിവിടെ എടുത്തിരിക്കുന്ന കസ്റ്റർഡ് പൗഡർ വാനില ഫ്ലേവർ ഉള്ളതുകൊണ്ട് ഇനി ഞാൻ എക്സ്ട്രാ ചേർക്കുന്നില്ല. നമുക്കിനി ഇതിൽ ഫ്രൂട്ട്സ് എല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇത് നമുക്ക് ഇപ്പോൾ സെർവ് ചെയ്യേണ്ട ആവശ്യമില്ലെങ്കിൽ ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. സെർവ് ചെയ്യേണ്ട സമയത്ത് മാത്രം ഗ്ലാസ്സിലേക്ക് മാറ്റാവുന്നതാണ്. നമുക്കിത് കസ്റ്റർഡ് ബൗൾസിലേക്ക് മാറ്റാം. ഞാനെടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസിൻ്റെ അളവനുസരിച്ച് ഇതൊരു 6 പേർക്ക് സെർവ് ചെയ്യാവുന്നതാണ്. നമുക്കിതെല്ലാം ഇനി ബൗൾസുകളിലേക്ക് മാറ്റാം. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യണം. ഞാനിവിടെ വിപ്പിംഗ് ക്രീം ചേർത്ത് മിക്സ് ചെയ്തുകൊണ്ടാണ് കളർ ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾക്ക് നല്ല യെല്ലോ കളറാണ് ആവശ്യമെങ്കിൽ കുറച്ച് ഫുഡ് കളർ ചേർക്കാവുന്നതാണ്. നമുക്കിനി ഇതിൻ്റെ മുകളിലായിട്ട് ടോപ്പിങ്സ് ആയിട്ട് കുറച്ച് ഫ്രൂട്ട്സ് ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ കുറച്ച് പോമഗ്രാനേറ്റ്സിൻ്റെ സീഡ്സ് എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ക്രഷ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ നട്ട്സിൻ്റെ മിക്സും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. നല്ല റിച്ച് ആയിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഫ്രൂട്ട് കസ്റ്റർഡ് റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയുമായി വരുന്നവർ എല്ലാവർക്കും നന്ദി, നമസ്കാരം.